ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 10-ന് കൊടിയേറും. 19-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അങ്കിയെഴുന്നള്ളത്ത് ഘോഷയാത്രയും 19-ന് നടക്കും. നാദസ്വരം, പഞ്ചവാദ്യം, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയും കേരള സർക്കാർ ആചാരപരമായി നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ദീപാരാധന നടക്കും. ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 9ാം ഉത്സവ ദിവസം സാധാരണ ചടങ്ങുകൾക്ക് പുറമെ കാഴ്ചശീവേരി എഴുന്നള്ളത്ത്, വൈകിട്ട് കരക്കാരുടെ നേതൃത്വത്തിൽ നെടുംകുതിരകൾ, വെള്ളപ്പുറം, ദേശീയപാത വഴി ശക്തികുളങ്ങര ക്ഷേത്രത്തിലെത്തി വലം വെച്ചതിന് ശേഷം ദീപാരാധന നടക്കും. 10ാം ദിവസം 4 കരക്കാർ അണിയിച്ചൊരുക്കുന്ന നെടുംകുതിരകളും വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന കേരളത്തിലെ പേരുകേട്ട തലയെടുപ്പുള്ള 50-ൽ പരം ഗജവീരന്മാരും 50-ൽ പരം ഫ്ലോട്ടുകളും വാദ്യമേളങ്ങളും വിവിധ നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന വമ്പിച്ച ആറാട്ട് ഘോഷയാത്ര വൈകിട്ട് 7:30-ന് ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് 9 മണിക്ക് വള്ളിക്കീഴ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. 10 മണിക്ക് മാമൂട്ടിൽ കടവ് ആറാട്ട് ചിറയിലെത്തി ആറാട്ട് നടക്കും. ക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരുടെയും അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ, പഞ്ചവാദ്യം, പഞ്ചാരിമേളം, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടുകൂടിയും ശ്രീ മഠത്തിലാർ രഘു ഭക്തി പുരസ്കാരം ക്ഷേത്രത്തിൽ സമർപ്പിച്ച 51 പവൻ തൂക്കമുള്ള തങ്ക കിരീടവും വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ ഘോഷയാത്ര ശക്തികുളങ്ങര ക്ഷേത്ര സന്നിധിയിലെത്തി ദീപാരാധന കഴിഞ്ഞതിനു ശേഷം പ്രധാന ചടങ്ങായിട്ടുള്ള ആനക്കൊട്ടിൽ പറ, അത് കഴിഞ്ഞതിനു ശേഷം ശ്രീഭൂതബലിയും വിളക്കും, അത് കഴിഞ്ഞതിനു ശേഷം അന്നത്തെ പ്രോഗ്രാം കഥകളിയാണ്. പ്രസിഡന്റ് ഒ രാജേഷ്, വൈസ് പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ, സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.